രാജേട്ടാ, എന്താ? പുറത്തു പോയിട്ട് വരുമ്പോ ചെടികൾക്ക് സ്പ്രേ ചെയ്യാനുള്ള കുറച്ച് മരുന്നുകൂടി മേടിച്ചോണ്ട് വരണം. നിന്റെ ചെടിക്ക് എന്ത് പറ്റി? പകുതി ആ കിടാവ് തിന്ന് നശിപ്പിച്ചു, ബാക്കിയുള്ളതിന് പുഴുവും കയറുന്നു. എന്താ മരുന്നിന്റെ പേര്? ഡൈമക്രോൺ. ശരി, വാങ്ങിക്കൊണ്ടുവരാം. പാർസൽ ഗോഡൌൺ നമുക്ക് ഇവിടെ പണിയാച്ച. അത് വേണ്ട മോനെ, വർക്ക്ഷോപ്പ് വേറെ, ഗോഡൌൺ വേറെ. അത് നമുക്ക് ആ പുതിയ സ്ഥലത്ത് തന്നെ പണിയാം. അത് രായന്റെ ഭാര്യ വീട്ടുകാർ, അവന് ശ്രീനും കൂടെ സ്ഥലമല്ലേ. അതിനെന്താ, നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാ. എന്റെ മക്കൾക്ക് എന്ത് ധനം എവിടെ നിന്ന് കിട്ടിയാലും അത് നമ്മുടെ കുടുംബത്തിലുള്ള. എന്നാലും എടാ, പാർസൽ കമ്പനി എല്ലാവർക്കും കൂടി ഉള്ളതാണെങ്കിലും അതിന്റെ ചുമതല ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് രാജനെയാണ്. രാജനെയാണ് ചാർജ് ഏൽപ്പിക്കുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ആ, എന്നാലേ അതിന്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങിക്കോ. ആ സ്ഥലം ഒന്ന് അളക്കണം, പിന്നെ കെട്ടത്തിന് സ്കെച്ചും പ്ലാനും തയ്യാറാക്കണം. ആ ഭാഗീരഥി പറഞ്ഞപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത്. എന്റെ മോളെ ഞാൻ പൊന്നുപോലെ വളർത്തിയത്. അവക്ക് പൊന്നിന്റെ നിറം വന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? പെറ്റിട്ടത് മുതൽ ഞാൻ പൊന്നരച്ചു കൊടുത്തിട്ടാ. വെറും കരുത്തുമായി അവിടുത്തെ അടുക്കളയെ കിടന്നി പോകാനുള്ള ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ആ ഉണക്ക തമ്പുരാട്ടിയുടെ കൂടെ എന്റെ മോൾ ഇനി അവിടെ പുറക്കണ്ട. നിങ്ങൾക്ക് ഞാൻ സ്ത്രീധനം എന്ന സ്ഥലമില്ലേ? അവിടെ ഞാനൊരു ഒന്നാന്തരം ബംഗ്ലാവ് പണിയിച്ചു തരാം. നിങ്ങൾ അങ്ങോട്ട് മാറ്. അത് ഉടനെ വേണോ? വേണം, ഉടനെ വേണം. അച്ഛനോടുകൂടി ഒന്ന് ചോദിച്ചിട്ട് പോരെ? എന്തിന്? അത് രാജേന്ദ്രൻ അച്ഛൻ തന്ന സ്ഥലമല്ലല്ലോ. എന്റെ മോക്ക് ഞാൻ സ്ത്രീധനം കൊടുത്ത സ്ഥലത്ത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അതിനാരുടെ അനുവാദം നോക്കേണ്ട കാര്യമില്ല. നാളെ തന്നെ ആശാരി വിളിച്ചോണ്ട് പോയി വീടിന് സ്ഥാനം നിശ്ചയിക്കാം. 120x40 ആയിരിക്കണം ഗോഡൌണിന്റെ വലിപ്പം. ദർശനം അങ്ങോട്ടല്ലേ? അതെ, റോഡ് സൈഡിലേക്ക് വേണ്ടേ ദർശനം. ഇവിടെ ഒരു കുറ്റിയടിക്ക്. ഇവിടെ അളന്ന് എന്തിനാ കുറ്റി അടിക്കുന്നത്? ഒരു പാഴ്സൽ ഷെഡ് പണിയണം. അതിന് ഇവിടെ അളക്കുന്നത് എന്തിനാ? റോഡ് സൈഡ് അല്ലേ, ഇവിടെ ആകുമ്പോ എല്ലാവിധത്തിനും സൗകര്യമാ. ഇത് എന്റെ മോക്ക് സ്ത്രീധനം കൊടുത്ത സ്ഥലമാണ്. ഇവിടെ ഒരു വീട് വെച്ച് രാജനെ അവളെയും കൂടി താമസിപ്പിക്കാൻ പോവുകയാണ്. ആശാരിപ്പണിക്കനെയും വിളിച്ചോണ്ട് വന്നത് അതിനു വേണ്ടിയാണ്. രാജൻ ഉഷ എന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അവരവിടെ തന്നെ താമസിച്ചോളും. അവർക്ക് വേണ്ടി ഇവിടെ വീടൊന്നും വെക്കണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ മോക്ക് സ്ത്രീധനം കൊടുത്ത സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മോളെ വിവാഹം ചെയ്തിരിക്കുന്നത് എന്റെ മോനാ. അവന് സ്ത്രീധനം കിട്ടിയിരിക്കുന്ന സ്ഥലം ഇപ്പൊ എന്റെ കുടുംബമൊക്കെയാ. അവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അന്നത്തെ പുറമ്പോക്കിലെ ലോറി ഡ്രൈവറാണ് നിന്റെ അച്ഛൻ. താൻ എന്നോട് മത്സരിക്കാൻ പോവാണോ? ഞാൻ പുറമ്പോക്കിലെ ലോറി ഡ്രൈവർ ആയിരുന്നു. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തത് ഈ നിൽക്കുന്ന എന്റെ മകനാണെങ്കിൽ അവന് സ്ത്രീധനം കിട്ടി ഈ സ്ഥലത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് നടക്കൂ. ഇവിടെ ഞാൻ ഗോഡൌൺ പണിയിച്ചില്ലെങ്കിൽ രാജേന്ദ്രന്റെ അച്ഛൻ ഞാനല്ലെന്ന് നാട്ടുകാരുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറയും. ഈ സ്ഥലം എന്റെ മോക്ക് ഞാൻ സ്ത്രീധനം കൊടുത്താണെങ്കിൽ ഇവിടെ ഒരു വീട് വെച്ച് അവളെയും അവളുടെ ഭർത്താവിനെയും കൂടി ഞാൻ ഇവിടെ താമസിപ്പിക്കും. അല്ലെങ്കിൽ കാവ്യ കൊടുത്ത് ഭിക്ഷാടനത്തിന് പോകും. ഏത് നടക്കുമെന്ന് നമുക്ക് കണ്ടുകളയാം. ഓ, കണ്ടുകളയാം. വാടാ വാടാ. രാജാ, അയാൾ അച്ഛനെ ഇത്രയും തരം താഴ്ത്തി പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടായിരുന്നത്? ചേട്ടൻ എന്താ ഒന്നും മിണ്ടായിരുന്നത്? ഞാൻ മിണ്ടിക്കൂടാ. നിനക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലത്തിൻ്റെതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാനും മിണ്ടാകുന്നത്. ശ്രീധരൻ എന്നാളാ സംസാരിച്ചത്. എടാ, നമ്മുടെ അച്ഛനെ നിന്റെ ഭാര്യയുടെ അച്ഛൻ വെല്ലുവിളിച്ചപ്പം നിനക്കൊന്നും പറയാനില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ ന്യായമല്ലേ? മാൾ കൊടുത്ത സ്ഥലത്ത് വീട് വെക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അച്ഛൻ പറഞ്ഞ മര്യാദയാടാ. രാജാ, തെറ്റേണ്ട, തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത. ഇതൊക്കെ ഒന്ന് സ്വരുക്കൂട്ടിയെടുക്കാൻ എത്ര വർഷം രാപകലില്ലാതെ പാടുപെട്ടു. ഇനിയെല്ലാം പിള്ളേരെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിരിക്കുന്നതിൽ എന്താ തെറ്റ്? പിള്ളേരെ ഏൽപ്പിക്കാനോ? അതല്ലേ ലോക നടപ്പ്. അവര് വലുതായി പെണ്ണും കെട്ടി. ഇനി അവര് കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ചിരുന്നാ പറ്റുമോ? അവരവരുടെ പാട് നോക്കട്ടെന്നേ. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ എന്റെ ചൊല്ലുള്ളിൽ നിൽക്കണം. ഞാൻ പറയുന്ന പോലെ എന്റെ കാര്യങ്ങളും നടക്കണം. നിങ്ങളുടെ അച്ഛനും വല്യച്ഛനും ഇങ്ങനൊക്കെ തന്നെയാണോ ചെയ്തത്? അതൊന്നും എനിക്കറിയില്ല. എന്റെ മക്കളുടെ കാര്യം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ മർക്കട മുഷ്ടി കളഞ്ഞേച്ച് ഉള്ളത് അവർക്ക് പങ്കിട്ടുകൊട്. ഉഷയുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത സ്ഥലത്ത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. തെറ്റോ കുറ്റവോ കണ്ട ചൂണ്ടിക്കാണിക്കുകയോ തിരുത്തുകയോ ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ അടങ്ങിയില്ലേ? ഇക്കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കണ്ട. എന്റെ അഭിമാനം അഭിമാനം മണ്ണാങ്കട്ട. ഓടിയാട്ട് ഉഷേ, ഇത് ഭയങ്കര വിഷമാണ്. നീ മൂക്ക് മൂടിക്കൊണ്ട് സ്പ്രേ. ഇത് കോൺസെൻട്രേറ്റഡ് ആണോ? പിന്നല്ലേ. എന്നാത് പറയണ്ടേ?
പൊട്ടിച്ചു പോയോ? എന്ത് പറ്റി? ഇത് കണ്ടോ ചേട്ടാ, അവര് വിഷം വെച്ച് കൊന്നതാണ്. ദ്രോഹികൾ, ഇത് മനുഷ്യ ചെയ്യുന്ന ഏർപ്പാടാണോ? ചെടിക്ക് തളിക്കാനെന്ന് പറഞ്ഞ് അവര് വിഷം മാറ്റത് ഇതിനായിരുന്നു. രാജാ, കഥ തുറക്ക, കഥ തുറക്ക. രാജാ, കഥ തുറക്ക, കഥ തുറക്കാൻ. എന്താ ഏട്ടാ? മുറ്റത്തേക്കൊന്ന് വന്നേ. നിന്റെ ഭാര്യയില്ല പുണ്യവതി, അവിടെ ഒക്കെ വിളിച്ചോ. വാടാ. കാണാ കാണ്. തൃപ്തിയായില്ലേ? ഇനി നീ നിന്റെ ഭാര്യ എടുത്തോണ്ട് പോയി ചുട്ടു തന്നെ. എടുത്തോണ്ട് പോടി. എന്തിന്? നീയും അവനും കൂടി ഇതിന് വിഷം കൊടുത്ത് കൊന്നതല്ലേ? കെട്ടിയിരുന്നിടത്തേ കൊണ്ട് കൊടുത്തോന്നല്ലോ, കയറ് പൊട്ടിച്ചു വന്ന് തിന്നതാ. വിഷമകത്തിയെന്നാ ചാകും. ധിക്കാരം പറഞ്ഞോണ്ടല്ലോ, അടിച്ചിന്റെ ചെവിക്കുറ്റി തന്നെ ആയിരിക്കും. താൻ ഇവളെ അടിക്കോ? എങ്കിലാന്ന് കാട്ടെ. ചാട്ടമൊക്കെ സ്വന്തം ഭാര്യ എടുത്തോ, ഇവളെടുത്ത് വേണ്ട. എന്താണ് പറഞ്ഞത്? ഏതോ തന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കക്കടാവ് ചത്തപ്പം തനിക്ക് ചോദിച്ചു. ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റോസ് നശിപ്പിച്ചപ്പോ തന്റെ വായിൽ എന്തായിരുന്നു? തോയായിരുന്നോ? വിഷം തളിച്ച കൊല്ലാൻ വേണ്ടി തന്നെ. താൻ എന്തോ ചെയ്യും? എന്ത് ചെയ്യുന്നു? നിന്നെ ഞാൻ അയ്യോ രാജേട്ടാ, അയ്യോ വലുത് വേണ്ട, വലുത് രാജേട്ടാ, രാജേട്ടാ വേണ്ട, വേണ്ട രാജേട്ടാ, വേണ്ട വലുത്, വേണ്ട വലുത്, അയ്യോ വലുത് വേണ്ട, വലുത് ചേട്ടാ, ചേട്ടാ രാജേട്ടാ, രാജേട്ടാ വേണ്ട, ചേട്ടാ രാജാ, വേണ്ട രാജേട്ടാ, രാജാ ബാലാ, രാജേട്ടാ വേണ്ട, രാജേട്ടാ കൊല്ലിനടാ, കൊല്ലിനടാ എന്നെ. എന്നിട്ട് ഈ വീടിന് തീ വെക്ക്. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. ഇത്രയേറെ വിഷമിക്കുന്ന എന്തിന്? നമുക്കൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറാം. ഇവിടെ അവര് താമസിച്ചോട്ടെ. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് സമാധാനമായിട്ട് കഴിയാമല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? നീ പറയുന്നത് ശരിയാണ്, പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല. അച്ഛന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ ചേട്ടാനുജന്മാർ തമ്മിൽ എന്നും സ്നേഹമായിട്ട് കഴിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. വരട്ടെ, നമുക്ക് ആലോചിക്കാം. നീ എവിടെ പോകുന്നു? ഞാനിവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവാ. ഇവളുടെ വീടോ? ഇവളുടെ വീട് ഇതാണ്. ഇവിടെയാണ് അവളെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നത്. എല്ലാവരുടെയും ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് ഇവിടെ കഴിയാൻ എനിക്ക് വയ്യ. ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ കഴിഞ്ഞോളാം. പാളി, മാധവമേനന്റെ മകനാണ് ഈ പറയുന്നത്. എടാ, ഞാൻ കൂലി വിലക്കാരനായിരുന്നു. ജോലി ചെയ്ത് അന്തസ്സായി ജീവിച്ചിട്ടുള്ളൂ, അല്ലാതെ പട്ടിണി കിടന്നിട്ടും എന്റെ അഭിമാനം വിട്ടിട്ടില്ലടാ. മാധവമേനന്റെ മക്കൾ തമ്മി തല്ലിപ്പിരിഞ്ഞെന്ന് ആളുകൾ പറയുന്ന ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യണ. ഇന്ന് നീ ഇവിടുന്ന് പോയാൽ തിരിച്ചു വരുന്നത് എന്റെ ശവം കാണാനായിരിക്കും. ഇല്ല, നീ ഒന്ന് പോയി നോക്ക്. രാജാ, നീ അകത്ത് പോ. എന്താണ് ഈ നോക്കി നിൽക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വളർത്തിയ എന്റെ മകനെ വിളിച്ചോണ്ട് നീ ഒന്ന് പോടി, ഞാൻ ഒന്ന് കാണട്ടെ. നിന്നോട് അകത്ത് പോകാൻ ഞാനാ പറഞ്ഞത്. കേറി പോടി അടുത്ത്. അയ്യോ, വിടടി എന്നെ.
എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ വീട്ടിൽ പോണം. നിനക്ക് വീട്ടിൽ പോകണം നിർബന്ധമേ പോവാം. അത് ഇന്ന് തന്നെ വേണമെന്ന് ഇത്ര വാശി പിടിക്കുന്ന എന്തിനാ? നാണം കെട്ട വർത്തമാനം പറയരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വിവരം എന്റെ അച്ഛനെ ഒന്ന് അറിയിക്കാവോ? എന്നിട്ട് എന്തിനാ? അച്ഛൻ ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളും. എന്തായാലും ഇനി ഈ വീട്ടിൽ ഞാൻ അന്തി ഉറങ്ങില്ല. ഉഷ, നീ ഒന്ന് ക്ഷമിക്കേ. നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഞാനല്ലേ പറയുന്നത്. പക്ഷെ നീ ഇങ്ങനെ ഒന്നും കഴിക്കാതെ കിടന്നല്ലോ. നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആഹാരം കഴിക്കുന്ന നീ കരുതുന്നുണ്ടോ? എങ്കിലിനി നിങ്ങളുടെ ചേട്ടത്തിയമ്മയുടെ കൈകൊണ്ട് വെച്ചത് യാതൊന്നും ഞാൻ കഴിക്കില്ല. പട്ടിണി കിടന്ന് ചത്താലും കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. അടുക്കള അവർക്ക് മാത്രം ഉള്ളതല്ലോ, നമുക്ക് ആവശ്യപ്പെട്ടതാ. നമുക്കുള്ള ആഹാരം നീ പോയി ഉണ്ടാക്ക. ചെല്ലേ. എത്ര നേരമൊന്നും പറഞ്ഞ എങ്ങനെ ഇരിക്കുക? വിശക്കുന്നില്ലേ? ഇത്ര പെട്ടെന്ന് നമ്മളെ അവർ മറന്നു കളഞ്ഞോ ലക്ഷ്മി? രണ്ടുപേരും കൂടിയാണ് എന്നും ആഹാരം കൊണ്ടുവന്നിരുന്നത്. ഇന്ന് ആരും കൊണ്ടുവന്നില്ല. പോട്ടെ, സാരമില്ല. അവരെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പും നമ്മൾ ആഹാരം കഴിച്ച് ജീവിച്ചില്ലേ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്താ മക്കളെ ഞാൻ ഈ കാണുന്നത്? ഈ അടുക്കളയിൽ 2 കലത്തിൽ അരി വെക്കുന്നോ? എനിക്കും എന്റെ ഭർത്താവിനുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കേണ്ട ചുമതല എനിക്കില്ല. ഓഹോ, കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ കൊണ്ടെത്തിച്ചു അല്ലേ? ഇതൊക്കെ പാടുപെട്ടുണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ടല്ലോ. അങ്ങാരും കൂടി ഇതൊന്ന് കാണട്ടെ. നീ എന്താ പറഞ്ഞത്? എന്റെ വീട്ടിൽ 2 അടുക്കളയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ? എങ്കിലും എനിക്കൊന്ന് കാണണമല്ലോ. എന്താ? ചോറ്. അതിലോ? ചോറ്. പെഴുത്തുള്ളമാര് എന്റെ വീട്ടിൽ നിങ്ങൾ 2 കലമാക്കിയോ? ഒന്നുകളെയല്ലാത്ത ഞാൻ. നമ്മുടെ അച്ഛന്റെ അഭിമാനം രക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ അനിയ? ചേട്ടൻ കാര്യം പറയണം. എനിക്ക് അച്ഛന്റെ സ്വത്ത് വേണം, നിനക്ക് കിട്ടിയ സ്ത്രീധനവും വേണം. എല്ലാം നീ തന്നെ എടുത്തു. ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അതിന് എന്റെ അനുവാദം എന്തിനാ? ചേട്ടൻ എന്നെ വിളിച്ചെന്തിനാന്ന് പറയും. നാളെ ആ സ്ഥലത്ത് നിനക്കുള്ള വീട് പണി തുടങ്ങാൻ പോകുന്നെന്ന് അറിഞ്ഞു. അത് നേരാണോ? നാളെ രാവിലെ 7 മണിക്ക് തുടങ്ങും. ഇല്ല, അത് നടക്കില്ല. നടക്കും ചേട്ടാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ നടത്തും. അപ്പോഴേക്കും ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുമെടാ. ഇല്ലെങ്കിൽ അത് നടക്കില്ല. നമുക്ക് കാണാം. ഓ, കാണാം. ജീവൻ വേണമെങ്കിൽ എല്ലാം സ്ഥലം വിട്ടോണം. ഇവിടെ പുരമണിയെ ഞാൻ സമ്മതിക്കില്ല. അതുപോലെ താനാരാ? ഞാൻ ആയിരുന്നു നാണം കെട്ട നാറി. ഞാൻ എന്റെ അച്ഛന്റെ മകൻ.
ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഇവിടെ ഇപ്പൊരു പണി നടക്കില്ല. എങ്കിൽ അത് തന്നെ വേണം. നിങ്ങൾ ജോലി നടക്കണം, ബാക്കി ആരും ഞാനേറ്റു. വഴക്കിനും വയ്യാവേലിക്കും ഞങ്ങളില്ല സാറേ. വരുന്നേടാ. നീ ആളാണെങ്കിൽ ആരൊക്കെ പോയാലും ഇന്നോട് വാനം തോന്നണം. അതിന് കഴിവില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവ്. താൻ എന്നെ തോപ്പിക്കാന്നാണ് വരുന്നത്. ഞാനിവിടെ മാനം വിട്ടോടോ? ഇല്ല, നീ അത് ചെയ്യില്ല. മക്കളെ എന്തായി കാണിക്കുന്നത്? രാജാ, എന്താടി? മക്കളിതേ അവിടെ കിടന്ന് തമ്മി തല്ലുന്നു. വേഗം ചെന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും ശവം കാണേണ്ടി വരും. അയ്യോ വേണ്ട, അയ്യോ വേണ്ട. എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ലേ. കരയരുത്. സ്നേഹവും ബന്ധവും നിലനിൽക്കണമെങ്കിൽ വീതം വെച്ച് കൊടുത്തിട്ട് മക്കളെ മാറ്റി താമസിപ്പിക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? എനിക്ക് തെറ്റിപ്പോയി ലക്ഷ്മി, തെറ്റിപ്പോയി. മക്കളെ, അമ്മേ, അമ്മേ, മക്കളെ, അച്ഛനെ വേദനിപ്പിക്കരുത്. നിങ്ങൾ എന്നും സ്നേഹമുണ്ട്.
അയ്യോ